അപ്പോൾ നമ്മൾ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലോട്ടുള്ള യാത്രയിലാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. നമ്മൾ ഞങ്ങളുടെ അമ്മയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഓട്ടോയും കൊണ്ടാണ് വന്നത്, പന്തളത്തെ. അപ്പോൾ എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പം അമ്മയും അച്ഛനും തനിച്ചാണ് ഇവിടെ താമസിക്കുന്നത്. അവരിതേണ്ട് ഇവർ രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ അച്ഛൻ്റെ പേരും അതുകൊണ്ട് റെസിഡൻസ് അസോസിയേഷൻ കുമ്പഴപ്പൊയ്ക വടക്കേതിൽ. വണ്ടി കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നാ നമ്മുടെ ഓട്ടോ എടുത്തിട്ട് അച്ഛനെ നമ്മളിതുവരെ അച്ഛൻ കണ്ടിട്ടില്ല. അച്ഛനെ അമ്മയെ ഓട്ടോ കാണിക്കാൻ വേണ്ടി വന്നതാ. ഓട്ടോ ഇവിടെ ഇങ്ങനെ റെസ്റ്റില്ല. ആ സമയത്താണ് നമ്മുടെ പിള്ളേർ മാങ്ങ തിന്നുന്നത്. അപ്പോൾ അച്ഛനും അത് മാങ്ങ എടുത്ത് തിന്നു. കണ്ടോ, സൂപ്പർ ടേസ്റ്റ് അല്ലേ? ഇരിക്കുന്നില്ലേ ഇവിടെ? ഇല്ലേ? മാങ്ങ കാണിച്ചേ. കൊള്ളാമില്ല. മുളകൊക്കെ ഇട്ട് കുഞ്ഞാറ്റയും ദേവും ഗൗരിക്കുട്ടിയും കൂടെ 3 പേരും കൂടെ തിന്നുക. ഭയങ്കര ഇഷ്ടമാണോ ഇത്? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ? ആഹാ. അച്ഛൻ കണ്ടോ പിള്ളേർ മുളകൊക്കെ കൂട്ടി മാങ്ങ തിന്നുന്നു. അച്ഛനും തിന്നോ? ആഹാ, അച്ഛനും തിന്നു. കൊള്ളായിരുന്നു എന്നിട്ടെ. എല്ലാരും മാങ്ങാ തീറ്റിയ നാടൻ ഭാഷ പറയുന്ന വണ്ടി. അപ്പൊ അങ്ങനെ എല്ലാരും മാങ്ങാ തീറ്റിയാണ്. മാങ്ങ ശ്രുതി, നീ മാങ്ങ തിന്നോ? അച്ഛൻ പഴയ ഒരു കൃഷിക്കാരനായിരുന്നു. അപ്പം അച്ഛന് ഇപ്പം കൃഷിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീടിന് മുറ്റത്ത് തന്നെയാണ് കൃഷിയൊക്കെ ചെയ്യുന്നത്. കണ്ടോ, ഇതെല്ലാം വീടിൻ്റെ മുറ്റമാണ്. കിണറ് അതുകൊണ്ട് ഇവിടെ എരുത്തിലായിരുന്നു. അപ്പം പ്രായമായപ്പം പശുവിനെ എല്ലാം കൊടുത്തു. അപ്പോൾ എരുത്തിലെല്ലാം പൊളിച്ചു. അപ്പോൾ ആ ഭാഗത്തെല്ലാം കൃഷികളാണ് ചെയ്യുന്നത്. ഇവിടെ എല്ലാം പാവൽ, 10-15 മൂട് പാവലുണ്ട്. അതുപോലെ മുളക്, കൊല്ല, അതുകൊണ്ട് തക്കാളി ഉണ്ടോ? തക്കാളി ചെടിയൊക്കെ ഉണ്ടോ? ഇവിടുന്ന് നല്ല ഹൈറ്റിൽ തന്നെ വളർന്നേക്കുന്നത്. ചെറിയ തക്കാളിയാണ്. അങ്ങനെ പാവൽ കൃഷി കണ്ടോ? നിങ്ങളുടെ വെല്ലിച്ചൻ നട്ടേക്കോ പാവൽ. കോവൽ തണ്ടൊക്കെ ഉണ്ടോ? ഉണക്കാണ്. ഉണക്ക് കാരണം ഇതിൻ്റെ ഇലയെല്ലാം വാടി കരിഞ്ഞു നിൽക്കുക. അപ്പം ഇടയ്ക്കും ഓരോ പാവയ്ക്ക വെച്ചുണ്ട്. ഗ്രോ ബാഗിൽ നമ്മുടെ തക്കാളി നട്ടതാണ്. പക്ഷേ നല്ല ഉണക്ക് വെയിലുമൊക്കെ ഉണക്കമൊക്കെ മൂത്തപ്പോഴത്തേക്ക് തക്കാളി അങ്ങ് ചെറുതായി. കോവലിൻ്റെ ആണോ? കോവൽ. ആ, അത് നമുക്ക് കൊണ്ട് നടാം അല്ലേ? ഇതെങ്ങനെയാ നടുന്നത്? ഇതൊരു 4 മുട്ട് വെച്ച് കണ്ടിക്കണം. ഇത് ഇങ്ങനെ നോക്കിട്ട് ഒരു 4 മുട്ട് വെച്ച് കണ്ടിക്കുക. ഈ ചുവടിങ്ങനെ പറ്റ കണ്ടിക്കണം. ഇങ്ങനെ കണ്ടിക്കണം. അങ്ങനെ കണ്ടിച്ചിട്ട് കണ്ടിച്ച് തരണോ? കണ്ടിച്ച് വെച്ചാൽ അപ്പം കൊണ്ടുപോകാൻ സൗകര്യമുണ്ട്. 3 മുട്ട ആയാലും മതി. 4 ഇരിക്കട്ടെ. 2 മണ്ണിനടിക്ക് പോകണം. 2 ഇത് അറിയത്തക്ക പോലെ മണ്ട ഭാഗം നീട്ടി കണ്ടിക്കുക. ചൂട് പച്ച കണ്ടിക്കണം. ഇത് മുട്ടകലമുള്ള ഇത് 3 മുട്ട മതി. ഇതെല്ലാം കരിഞ്ഞ് നിൽക്കുവാണെങ്കിലും ഇടയ്ക്കെല്ലാം പാവയ്ക്കുണ്ട്. കണ്ടില്ലേ? പാവലെല്ലാം ഉണക്ക് കാരണം ചെറുതുമായി വാടി നിൽക്കുക. എന്നും വെള്ളം ഒഴിക്കാൻ വെള്ളം കുറവുമാണ് ഇവിടെ. അപ്പം എന്തായാലും അച്ഛന് വയ്യെങ്കിലും അച്ഛനാകുന്ന രീതിയിൽ ഇവിടെ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടോ അത്യാവശ്യം നല്ല കായ് പിടിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ എല്ലാം അടുത്ത സെറ്റ് പാവൽ നട്ടിട്ടുണ്ട്. ഇതിപ്പം പാവൽ കയറി വരുന്നതേ ഉള്ളൂ. പിന്നെ ഉണ്ടമുളക് കണ്ടോ? ഉണ്ടമുളക് നിൽക്കുന്നുണ്ടോ? കാണാമോ? അപ്പോൾ ഇതെല്ലാം ഉണ്ടമുളകിൻ്റെ കൊല്ലയാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ പന്തലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ പയറാണ് പടത്തിയേക്കുന്നത്. അപ്പം പയർ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ?
പയർ കാ പിടിച്ച് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഉണക്ക് കാരണം വെള്ളമൊക്കെ ഒഴിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അമ്മ. എന്നാലും എത്ര വെള്ളം ഒഴിച്ചാൽ പറ്റും ഈ ഉണക്കിന്? ഇതിൻ്റെ ഇലയെല്ലാം കരിഞ്ഞിരിക്കുന്നുണ്ടോ? ഉണക്കിന് വെള്ളം എങ്ങനെയാ പാവലിനൊക്കെ? വെള്ളമൊക്കെ ഉണ്ടോ? കുറവല്ലയോ? വെള്ളത്തിന്റെ കുറവല്ല, ആ വെള്ളം അടിക്കുന്നതായിരുന്നു. പ്രായമായോണ്ട്. പ്രായമായോ പാവല് ചെടി അല്ലേ? ഇലയെല്ലാം കരിഞ്ഞു പോയല്ലോ, ചൂട് കാരണമാണോ അതോ? അത് ചോട്ടിന്ന് അങ്ങനെ കരിയും അല്ലയോ? ഇപ്പം എന്തെയും കോവലിൻ്റെ തണ്ടെല്ലാം കണ്ടിച്ച് വെച്ചിട്ടുണ്ട്, നമുക്ക് കൊണ്ട് നടാൻ വേണ്ടിയാണ്. നമ്മുടെ ശ്രുതി വണ്ടിക്കകത്തിലൊക്കെ സാധനമൊക്കെ പറക്കി വെക്കുക. അമ്മ വീട്ടിൽ വന്നിട്ട് അമ്മ വീട്ടിൽ നിന്നെല്ലാം കൊണ്ടുപോകാന്നോടി നീ പോഞ്ഞു വീട്ടി അടിച്ചു മാറ്റി കൊണ്ടുപോവാ. വീട്ടിൽ വന്നിട്ട് അമ്മ തന്നെ ഇതെന്തോ ഇതെന്തുവാ? മുരിങ്ങയിലയോ? ആ തോരൻ വെക്കാൻ വേണ്ടി മുരിങ്ങയില കൊണ്ടുപോകും. അപ്പൊ ഇതാണ് ഞങ്ങളുടെ അമ്മയുടെ അമ്മ. ആ ഫ്രിഡ്ജിനകത്ത് വെക്കല്ലേ, ഇന്ന് തന്നെ തോരൻ വെക്കണം നമുക്ക്. ഫോൺ ചെയ്യുന്ന കെട്ടിയനെയാണോ വിളിക്കുന്നത്? അളിയനെയാണോടി വിളിക്കുന്നത്? അളിയനെയാണോ വിളിക്കുന്നത്? അളിയനെ തിരക്കിന്ന് പറഞ്ഞേരെ. പാവയ്ക്കായും ഇതേന്ന് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ നമ്മള് പാവയ്ക്ക കാണാൻ ഒരു കവറ് പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാ. സെൽഫി എടുപ്പാ. എന്തുവാടി നീ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നേ? അപ്പൊ അതെ അച്ഛനെ ഇങ്ങനെ പതിയെ നടക്കുന്നു കണ്ടോ. അവളെ എടുത്തപ്പോ അടുത്ത ആക്കും എടുക്കണോന്ന്. ആഹാ അത് കൊള്ളാമല്ലോ. ഇവിടെ എടുക്കായിരുന്നു. അമ്മയുടെ അത്രയും വലിയ നിന്നെയാണോ ഇവിടെ എടുക്കുന്നത്? അയ്യോ അമ്മച്ചിയേ. അപ്പ ഒന്നും എടുത്തേ. അപ്പ എന്ന് കാണിച്ചേ. അച്ഛരമോളെ എടുത്തേക്കുന്നു അപ്പ. അച്ഛരമോളെ ആരുടെ വീട്ടിലെ അംഗം കഴിഞ്ഞ് ഇനി അടുത്ത ആരുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്? തണ്ടാനുള്ള വല്യമ്മച്ചിയുടെ വീട്ടിലോട്ട് പോകണം. എല്ലായിടത്തും കയറി ഇറങ്ങിയാണ് പോകുന്നത്. അപ്പൊ എല്ലാരും വണ്ടിയെ കയറിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ഇല്ലോടി. മൊക്കികളാടെ ഞങ്ങള് ഉപ്പാപ്പന്റെ വീട്ടിൽ വന്നു. അക്ഷരയാണോ അത്? എന്റെ ബ്ലോഗ് എല്ലാം മാറിപ്പോയി. ഇടിച്ചു